കർണാടകയിലെ പ്രബല സമുദായമാണ് അല്ലെങ്കിൽ ജാതി വിഭാഗമാണ് ലിംഗായത്തുകൾ. ഏതാണ്ട് 17% വരും ജനസംഖ്യയിൽ കർണാടകയിൽ ലിംഗായത്തുകൾക്ക് തുടക്കം മുതൽ തന്നെ കർണാടക സംസ്ഥാന രൂപീകരണം മുതൽ തന്നെ നിർണായക സ്വാധീനമുണ്ട്. രാഷ്ട്രീയപരമായും സാമൂഹികമായിട്ടും അല്ലെങ്കിൽ സാമ്പത്തികമായും ഒക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രബല സമുദായം തന്നെയാണ് ലിംഗായത്തുകൾ. തുടക്കത്തിൽ അതായത് കർണാടക സംസ്ഥാന രൂപീകരണ കാലഘട്ടത്തിലൊക്കെ കോൺഗ്രസിനെയാണ് പിന്തുണച്ചിരുന്നത്. നിജലിംഗപ്പയെ പോലെ BDJT പോലുള്ള നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ മെല്ലെ ജനതാദളിലേക്ക് മാറി. JH പട്ടേൽ മുഖ്യമന്ത്രിയായ സാഹചര്യമൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. പിന്നീടാണ് BJPയിലേക്ക് ലിംഗായത്തുകൾ കൂട്ടമായി മാറിയത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം VS യെദ്യൂരപ്പ എന്ന നേതാവിൻ്റെ ആവിർഭാവമായിരുന്നു. യെദ്യൂരപ്പ എന്ന് പറയുന്ന ലിംഗായത്ത് നേതാവ് BJPയുടെ തലമുതിർന്ന അല്ലെങ്കിൽ തലപ്പത്തെത്തിയതോടുകൂടി കാര്യങ്ങളാകെ മാറി. ലിംഗായത്ത് വോട്ട് പൂർണ്ണമായും BJPയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. അതിൻ്റെ ഒരു ഗുണം BJPക്ക് വലിയ തോതിൽ കർണാടകയിൽ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആദ്യമായിട്ട് ദക്ഷിണേന്ത്യയിൽ താമര വിരിയിച്ച സംസ്ഥാനമാണ് കർണാടക. അതിലൊരു പ്രധാന ശക്തിയായിട്ട് നിന്നത് ലിംഗായത്തുകളായിരുന്നു. അപ്പം ലിംഗായത്തുകളെ പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ആകർഷിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. ലിംഗായത്തുകൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കി പ്രത്യേക മതപദവിയൊക്കെ വാഗ്ദാനം ചെയ്ത് സിദ്ധരാമയ്യ അതിനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. 2018-17 കാലഘട്ടത്തിൽ മുമ്പ് ഭരിച്ചിരുന്നപ്പോൾ സിദ്ധരാമയ്യ ഇതിനുള്ള ശ്രമങ്ങൾ നടത്തി അവർക്ക് പ്രത്യേക മത പദവിയൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു. പിന്നീട് അത് മുന്നോട്ട് പോയില്ല. കാരണം ഭരണം മാറി. ലിംഗായത്തുകൾക്കിടയിൽ തന്നെ വലിയൊരു തിരിച്ചടി കോൺഗ്രസിന് നേരിടേണ്ടി വന്നു. കാരണം ലിംഗായത്ത് ജനവിഭാഗത്തിൽ ഭൂരിഭാഗം പേരും തങ്ങൾ ഹിന്ദുക്കളാണെന്ന് വിശ്വസിക്കുന്നവരാണ്. പക്ഷെ നേതാക്കൾ അങ്ങനെയല്ല. നേതാക്കൾക്ക് വ്യക്തമായ രാഷ്ട്രീയ താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന ലിംഗായത്ത് മഠങ്ങളും ലിംഗായത്ത് നേതാക്കളുമാണ് ഈ ഒരു വാദത്തെ പ്രധാനമായും പ്രോത്സാഹിപ്പിക്കുന്നത്. അതായത് ലിംഗായത്തുകൾ ഹിന്ദുക്കളല്ല, തങ്ങൾക്ക് പ്രത്യേക മത പദവി നൽകണമെന്നുള്ള ആ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ആ ഒരു നീക്കത്തെ പിന്തുണയ്ക്കുന്നത് ഈ വിഭാഗക്കാരാണ്. അതിനൊരു പ്രധാന കാരണം കൂടിയുണ്ട്. കാരണം സംസ്ഥാനത്ത് ഒരുപാട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന ഒരു വിഭാഗമാണ് ലിംഗായത്തുകൾ. അപ്പം പല നേതാക്കളാണെങ്കിലും ചില സന്യാസി ശ്രേഷ്ഠന്മാരാണെങ്കിലും ഇവർക്കെല്ലാം വ്യക്തമായി തന്നെ ഈ ന്യൂനപക്ഷ പദവി ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആനുകൂല്യം മുതലാക്കാൻ സാധിക്കും. കാരണം എഡ്യൂക്കേഷൻ രംഗത്ത് RTA ആക്ട് ഒന്നും ബാധകമായില്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു ഗുണം ലഭിക്കും. ആ ഒരു ഗുണം മുൻനിർത്തി അല്ലെങ്കിൽ ഇതൊരു പ്രചാരണ വിഷയമാക്കിയാണ് തങ്ങൾ ഒരു പ്രത്യേക മതവിഭാഗമാണ്, ഹിന്ദുക്കളല്ല എന്ന് ഒരു വിഭാഗം പറയുന്നത്. പക്ഷേ BJPയുമായി അടുത്ത് നിൽക്കുന്ന ലിംഗായത്ത് മഠങ്ങളും ലിംഗായത്ത് സന്യാസി ശ്രേഷ്ഠന്മാരുമെല്ലാം ഇതിന് നേർവിപരീതമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ലിംഗായത്തുകൾ പൂർണ്ണമായും ഹിന്ദുക്കളാണ്, തങ്ങൾ ഒരിക്കലും മറ്റൊരു മതമല്ല എന്നാണ് പറയുന്നത്. ഇതിലേക്ക് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി വരികയാണെങ്കിൽ ലിംഗായത്തുകൾ പ്രധാനമായും അവർ ആരാധിക്കുന്നത് ശിവനെയാണ്. കാരണം ശൈവ ആരാധനാ സമ്പ്രദായം പുലർത്തുന്ന ഒരു വിഭാഗമാണ് ലിംഗായത്തുകൾ. 11-ാം നൂറ്റാണ്ടിൽ ബസവേശ്വരൻ്റെ ആ ഒരു ദർശനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച നവോത്ഥാന ആശയങ്ങൾ, ജാതീയതയ്ക്കെതിരെയുള്ള ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മൂവ്മെൻ്റാണ് ശരിക്കും ലിംഗായത്തുകൾ. പിന്നെ ഏതൊരു മൂവ്മെൻറ്റും അല്ലെങ്കിൽ ഏതൊരു നവോത്ഥാന പ്രസ്ഥാനവും പിന്നീട് ജാതിയായി മാറും എന്നുള്ളതാണ് ഒരു വസ്തുത. അതുതന്നെയാണ് ലിംഗായത്തുകൾക്കും സംഭവിച്ചത്. അപ്പോൾ ലിംഗായത്തുകൾ ഇഷ്ടലിംഗ ആരാധനാ സമ്പ്രദായം പിന്തുടരുന്ന ഒരു വിഭാഗമാണ്. ശിവനെയാണ് അവർ ആരാധിക്കുന്നത്. അപ്പോൾ ശിവൻ ഹിന്ദു ദൈവമല്ല അല്ലെങ്കിൽ ഹിന്ദുവല്ല എന്നൊക്കെ വാദിക്കുന്ന തരത്തിലാണ് ഇപ്പം ചില കോൺഗ്രസ് നേതാക്കളൊക്കെ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിൻ്റെ കർണാടകയിലെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ തന്നെ അഹിന്ദ പൊളിറ്റിക്സ് ആണ്. സിദ്ധരാമയ്യാണ് അതിൻ്റെ ഒരു മാസ്റ്റർ ടാക്ടീഷ്യൻ. കാരണം ഹിന്ദുക്കളെ വിഘടിപ്പിക്കുക, ഹിന്ദുക്കളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുവഴി അധികാരത്തിൽ തുടരുക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കോൺഗ്രസ് നേരിട്ടു. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടി മാസങ്ങൾക്കകം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി കോൺഗ്രസിന് നേരിടേണ്ടി വന്നു. കാരണം വലിയ വിജയമായിരുന്നു പ്രതീക്ഷിച്ചതെന്ന്. കർണാടക തൂത്തുവാരുമെന്ന് സിദ്ധരാമയ്യയും DK ശിവകുമാറുമെല്ലാം വീമ്പിളക്കിയിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. BJP കൂടുതൽ സീറ്റുകൾ നേടി. BJPയും ജനതാദളും ചേർന്നുള്ള സഖ്യം കൂടുതൽ സീറ്റുകൾ നേടി കരുത്ത് കാട്ടി എന്നുള്ളതാണ്. അപ്പം മുമ്പ് BJP നിന്ന് പിടിച്ചു കൊണ്ടുവന്ന ലിംഗായത്ത് വോട്ടുകൾ തിരികെ BJPയിലേക്ക് തന്നെ പോയി. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത ലിംഗായത്തുകൾ തിരികെ BJPയിലേക്ക് പോയി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു നീക്കമായി. അതായത് ലിംഗായത്തുകളെ ഹിന്ദുക്കളിൽ നിന്ന്
വേർതിരിക്കാനുള്ള ഒരു നീക്കവുമായിട്ട് കോൺഗ്രസ് സർക്കാർ അല്ലെങ്കിൽ സിദ്ധരാമയ്യ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ മാസം 22-ാം തീയതി ജാതി സെൻസസ് കർണാടകയിൽ നടത്താൻ പോവുകയാണ് സിദ്ധരാമയ്യ സർക്കാർ. അതിൻ്റെ ഭാഗമായിട്ട് ക്വസ്റ്റ്യനെയറിൽ 6 മതങ്ങൾക്കൊപ്പം ഭരണഘടന അംഗീകരിച്ച 6 മതങ്ങൾക്കൊപ്പം മറ്റൊരു കോളം കൂടി നൽകിയിട്ടുണ്ട്. അതേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നുള്ളൊരു കോളമാണ്. അപ്പോൾ ഇവിടെ എന്താണ് നൽകേണ്ടത് എന്നുള്ള വ്യക്തമായ നിർദ്ദേശം കോൺഗ്രസ് അനുകൂല ലിംഗായത്ത് മഠങ്ങളും അതുകൂടാതെ നേതാക്കളും സമുദായാംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അവർ പറയുന്നത് ലിംഗായത്ത് അല്ലെങ്കിൽ വീരശൈവ ലിംഗായത്ത് എന്ന് ഇവിടെ അടയാളപ്പെടുത്താനാണ് പറയുന്നത്. അതായത് ഹിന്ദു എന്നതിന് പകരം വീരശൈവ ലിംഗായത്ത് അല്ലെങ്കിൽ ലിംഗായത്ത് എന്ന് അടയാളപ്പെടുത്തണമെന്നാണ് കോൺഗ്രസ് അനുകൂല ലിംഗായത്ത് സംഘടനകളുടെ നിർദ്ദേശം. വീരശൈവ മഹാസഭ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് പ്രധാനമായും ഈ ഒരു നിർദ്ദേശവുമായി മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സംഘടനയാണ്. ശമാനൂർ ശിവശങ്കരപ്പയെ പോലുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ പിന്തുണയുള്ള ഒരു സംഘടനയാണിത്. അതുകൂടാതെ മറ്റ് ലിംഗായത്ത് വിഭാഗക്കാർക്കിടയിൽ ഇത് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. പ്രത്യേകിച്ച് 65% വരുന്ന ലിംഗായത്തുകളുടെ 65% വരുന്ന ഉപവിഭാഗമായ പഞ്ചംശാലി ലിംഗായത്തുകൾ ഹിന്ദു എന്ന് രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവർ ഔദ്യോഗികമായി തന്നെ ഈ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. കാരണം തൽക്കാലം ഹിന്ദു എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഈ ഒരു വിഭാഗത്തിൻ്റെ നിർദ്ദേശം. അപ്പോൾ ഇങ്ങനെ ലിംഗായത്ത് വിഭാഗക്കാർക്കിടയിൽ 100% ഹിന്ദു എന്ന് പറയുന്ന ഈ ഒരു വിഭാഗക്കാർക്കിടയിൽ ഒരു ആശങ്കയും ആശയക്കുഴപ്പവും ഉണ്ടാക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അതുകൂടാതെ തന്നെ ഒരുപാട് ആരോപണങ്ങൾ ഈ ഒരു ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് മതപരിവർത്തനം ചെയ്യപ്പെട്ട ഹിന്ദുക്കൾ കൃത്യമായിട്ട് തന്നെ വിവിധ കോളങ്ങൾ നൽകിയിട്ടുണ്ട്. ബ്രാഹ്മിൺ ക്രിസ്ത്യൻ, ലിംഗായത്ത് ക്രിസ്ത്യൻ, വൊക്കാലിക ക്രിസ്ത്യൻ, ഇങ്ങനെയുള്ള കോളമൊക്കെ ക്വസ്റ്റ്യനെയറിൽ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനെയറിൻ്റെ ഡ്രാഫ്റ്റിൽ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും സിദ്ധരാമയ്യ സർക്കാർ ഒരു തീക്കളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം കർണാടകയെ ഏത് വിധേനയും ഇങ്ങനെ ഒരു ഏരിയ ആക്കി മാറ്റുക, അതായത് ഒരു വിഘടനവാദ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റുക, അതുവഴി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് സിദ്ധരാമയ്യ സർക്കാരിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരിൻ്റെ ലക്ഷ്യം. എന്തായാലും കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.